പരിശുദ്ധ കുർബാനയിലൂടെയും കൂദാശകളിലൂടെയൊക്കെ ദൈവസ്നേഹത്തിന്റെ അനുഭവം സ്വീകരിച്ച നമ്മൾ ദൈവരാജ്യം പണിയുന്ന കൂട്ടവകാശികളാണെന്നും കൂട്ടുത്തരവാദിത്തമുള്ളവരാണ് എന്നുള്ള ഉന്നതമായൊരു തിരിച്ചറിവ് സ്വീകരിച്ചിട്ട് നമ്മളെ കൊണ്ടാവുന്നവർ ദൈവരാജ്യം പണിയണം. ദൈവരാജ്യത്തിന്റെ മൂല്യങ്ങളായ സമാധാനം, സന്തോഷം, സ്നേഹം, ദയ, നന്മ, കരുണ, വിശ്വാസം ഇതൊക്കെ നമ്മൾ ചേർത്ത് വെക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ ഈ ദൈവരാജ്യം പണിയപ്പെടുന്ന അനുഭവം ഉണ്ടാകും. ഇത് സാധ്യമാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെയൊക്കെ ജീവിതത്തിൽ ഈ ദൈവരാജ്യത്തിന്റെ അനുഭവമാണ് നമ്മൾ സമ്മാനിക്കുന്നത്. മറ്റു വാക്യം പറഞ്ഞാൽ, എന്നിൽ യേശു തൻ്റെ രാജ്യം സ്ഥാപിച്ച അനുഭവം. എന്നിൽ യേശു തൻ്റെ രാജ്യം സ്ഥാപിച്ചു കഴിയുമ്പോൾ യേശുവിനെ എൻ്റെ രാജാവും രക്ഷകനും നാഥനും കർത്താവുമായിട്ട് ഞാൻ ഏറ്റു പറയും. അങ്ങനെ ഏറ്റു പറയാൻ തുടങ്ങുമ്പോൾ എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരിലൊക്കെ ഈ ദൈവരാജ്യം സ്ഥാപിക്കാൻ തക്ക വിധത്തിലാണ് ഒരു വിളി സ്വർഗം എനിക്ക് തന്നിരിക്കുന്നത് മനസ്സിലാക്കിയിട്ട് എൻ്റെ ദൗത്യം എന്താണ്? ദൈവരാജ്യത്തിൻ്റെ കൂട്ടവകാശിയായിട്ട്, ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷകനായി ഞാൻ മാറുക എന്നുള്ള ഈ ദൗത്യം മറന്നാൽ ഒരു ക്രിസ്ത്യാനി അല്ലാതായിട്ട് മാറും.